രാസവളമുക്ത കാർഷിക വിപ്ലവത്തിലേക്ക് രാജ്യം കടക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ രാജ്യത്ത് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നടന്ന ഇന്ത്യൻ നാച്ചുറൽ ഫാമിംഗ് സിസ്റ്റം പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര കൃഷിമന്ത്രി. ലോകരാജ്യങ്ങളുടെ തീന്മേശയിൽ ഭാരതത്തിന്റെ ഒരു കാർഷിക ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക, അതാണ് അടുത്ത ലക്ഷ്യങ്ങളിലൊന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് വേഗത വർദ്ധിപ്പിക്കുന്നതാണ് രാസവളമുക്ത കാർഷിക വിപ്ലവത്തിലൂടെ കേന്ദ്ര കൃഷി മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. രാസവളത്തെ പൂർണ്ണമായും ഒഴിവാക്കി ജൈവരീതിയിൽ മാത്രം ഉൽപാദനം എന്ന ലക്ഷ്യത്തിലേക്ക് കർഷകരെ എത്തിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടന്ന ഇന്ത്യൻ നാച്ചുറൽ ഫാമിംഗ് സിസ്റ്റം പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര കൃഷിമന്ത്രി. ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു. अपने वैज्ञानिकों का मैं अभिनंदन करता हूं. जो परिस्थितियां थी उसमें उन्होंने बहुत बेहतर काम किया, लेकिन इसके साथ अब ये सोचने की जरूरत है कि उत्पादन बढ़ाते हुए രാജ്യത്തെ കാർഷിക സർവകലാശാലകൾ വഴിയും മറ്റ് കൃഷി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴിയും രാസവളമുക്ത കൃഷിക്കായി പ്രചരണം ആരംഭിക്കും. കാർഷിക ചന്തകളിൽ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ലേബലുകൾ നൽകി വിൽക്കുന്നതടക്കമുള്ള പദ്ധതികളും കൃഷി മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ജനം, ഡൽഹി.